നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് താമസിക്കുന്നത് തോൽപ്പെട്ടിയിലാണ്. തോൽപ്പെട്ടിയിലെ റെയിൻ ട്രീ എന്ന റിസോർട്ടിലാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആട്ടോ അവിടെ. അപ്പോൾ അതിരാവിലെ 6 മണി സമയം, നല്ല മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ കിടക്കണം. നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ട്രിപ്പ് 7 മണീൻ്റെ ട്രിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ നല്ല വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഈ തണുപ്പത്ത് നല്ല വർക്കൗട്ട് ചെയ്യാൻ നല്ലൊരു ഫീലല്ലേ. അടിപൊളി വർക്കൗട്ടാ. എന്നും ചെയ്യണല്ലേ, അപ്പോൾ ഒന്ന് മുടങ്ങണ്ടെന്ന് വിചാരിച്ചില്ലേ. യെസ്, ഈ തണുപ്പത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം അല്ലേ. ഇവിടെയുള്ള മറ്റ് കോട്ടേജുകളൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ശരിക്കും കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിൽ കണ്ടോ. മഞ്ഞ് മൂടിക്കിടക്കും. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഈ കാടിൻ്റെ ആംബിയൻസിൽ ഇങ്ങനെ താമസിക്കാൻ നല്ല ഭംഗി. നേരെ തൊട്ടടുത്ത് കണ്ടോ, ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഫോറസ്റ്റാണ്. ഇന്നലെ രാത്രിയൊക്കെ ഈ സമയത്ത് രാത്രിയൊക്കെ അവിടെ ഇഷ്ടംപോലെ മാനുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്കിന്ന് ഒരു 7 മണീൻ്റെ ട്രിപ്പിന് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയിട്ട് മൃഗങ്ങളൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നു. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് തിരുനെല്ലി ക്ഷേത്രമൊക്കെ കണ്ടു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ആ വീഡിയോ കാണാം. അതേപോലെ തിരുനെല്ലി ക്ഷേത്രം പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി, രാത്രിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റോഡ് സൈഡിലൊക്കെ ആനകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. ആന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. പൂരി ഉണ്ട്, അതേപോലെ ബാജി കറി ഉണ്ട്. കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഫാമിലിക്ക് വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ രാവിലെ തന്നെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെത്തി. പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഭയങ്കര റഷാണ്. കാരണം ഈ ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കാൻ തോന്നുന്നുണ്ട്. ഭയങ്കര തിരക്ക്. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് പിന്നീട് ഒരിക്കലും വേറൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോറസ്റ്റിനുള്ളിൽ പോയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. നമുക്ക് തൽക്കാലം നമ്മുടെ ഉണ്ണിയപ്പക്കട ഇതിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് കടയിലൊന്ന് പോയി നോക്കാം. നമ്മുടെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട, വളരെ പ്രശസ്തമായ ഉണ്ണിയപ്പക്കട. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഉണ്ണിയപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട. കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട എന്നാണ് സാധാരണ പറയാറുള്ളത്. കുട്ടേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോൾ കട നടത്തുന്നത് അവരുടെ മക്കളാണ്. അദ്ദേഹം മരിച്ചുപോയി. തിരുനെല്ലി ഭാഗത്ത് വരുന്നവരാരും ഇവിടെ കയറാതെ പോകാറുണ്ടാവില്ല. ഇവിടുത്തെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് നല്ല കുത്തരിയും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും, അതേപോലെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആകാൻ ധാരാളം പഴങ്ങളും ചേർക്കും. അതാണ് ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ലോകം മുഴുവൻ എത്തിച്ചത്. ഇവിടെ ഉണ്ണിയപ്പം കൂടാതെ രാവിലെ വരികയാണെങ്കിൽ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും തേങ്ങാ ചമ്മന്തിയും നല്ല കട്ടൻ ചായയും കൂട്ടി ഒരു പിടി പിടിക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ. ഇവിടെ ഉണ്ണിയപ്പം പാർസൽ വാങ്ങാട്ടോ. ഞങ്ങൾ 3-4 പാക്ക് വാങ്ങി. ഒരു പാക്കിന് 60 രൂപയാണ് വില വരുന്നത്. ഒരു പാക്കിൽ ഏകദേശം 10 ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാവും. ഇവിടെ രാവിലെ മുതൽ ഒത്തിരി ആളുകൾ വാഹനങ്ങളൊക്കെ നിർത്തി ഉണ്ണിയപ്പം കഴിക്കാൻ വരുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ. ഈ ഉണ്ണിയപ്പം കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. കണ്ടില്ല, നല്ല നല്ല ക്രിസ്പി ആയിട്ട്, സൈഡുകളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പം. ഞാൻ ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ വരികയാണെങ്കിലും ഇവിടെ വണ്ടി നിർത്തി ഞാൻ ഉണ്ണിയപ്പം കഴിക്കും.
പ്രത്യേക ടേസ്റ്റ് അവിടുത്തെ ഉണ്ണിയപ്പം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പോകുന്ന വഴിയിൽ കുറേ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്പൊക്കെ നമുക്ക് ഇതിലിടാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.